ഇത് നമ്മുടെ ഒരു അത്ഭുത തെങ്ങാണ്. അത്ഭുത തെങ്ങെന്ന് വെച്ചാൽ ഇതിന്റെ പേര് ബോധരി എന്നാണ്. ശ്രീലങ്കന്റെ ബോധരി എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത്ഭുതം എന്ന് പറയാനുള്ള കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഒരു കൊലയിൽ ഒരു 100 നാളികേരത്തിന് മുകളിലുണ്ടാവും. എന്ന് വെച്ചാൽ ഒരു വർഷം നമുക്കൊരു 1000 നാളികേരം മിനിമം ലഭിക്കും ഒരു തെങ്ങിൽ നിന്നും. ഒരു തേങ്ങ ഒരു 250 പൊതിച്ച തേങ്ങ 250 ഗ്രാം 300 ഗ്രാമിന് അടുത്തുണ്ടാവും ഒരു തേങ്ങ. ഈ ശ്രീലങ്കൻ ആയിരം കാച്ചി, അത് നമ്മുടെ ആയിരം കാച്ചി പോലെ തന്നെ, ലക്ഷദ്വീപ് മൈക്ര പോലെ ആയിരം കാച്ചി പോലെയും തന്നെ. പക്ഷെ നമ്മുടെ ആയിരം കാച്ചിയേക്കാളും 10 മടങ്ങ് ഗുണകരമാണ്. നമ്മുടെ കേരളീയർ ഒരു തെങ്ങിലും ഇത് നാട്ടിൽ വെച്ചാൽ നമ്മുടെ വെളിച്ചെണ്ണയുടെ വിലയും നിയന്ത്രിക്കാൻ പറ്റും. നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണയും ലഭിക്കും, തേങ്ങയും ലഭിക്കും. ഒരു വീട്ടിൽ ഇത് ഒരെണ്ണമെങ്കിലും വെക്കണം. അത്രയ്ക്ക് നല്ല വെറൈറ്റിയാണ്. എത്ര രൂപക്ക് കൊടുക്കുന്നത്? ബോധരി നമ്മൾ ഇവിടെ കൊടുക്കുന്നത് 450 രൂപയ്ക്കാണ്. ഓക്കെ, 450 രൂപക്ക് കൊടുക്കുന്നത്. കൂടെ നമ്മൾ വാറന്റി കാർഡും കൊടുക്കും. നമ്മുടെ ലൊക്കേഷൻ ഒന്ന് പറയും ഇവിടുത്തെ. ഇത് കോട്ടയം ടൗണിൽ തന്നെ 1.25 കിലോമീറ്റർ കാരാപ്പുഴ മാളികപ്പീടിയ പോസ്റ്റ് ഓഫീസിന്റെ ഓപ്പോസിറ്റ് കേരകേന്ദ്രം. നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ശ്രീലങ്കൻ കുള്ളൻ എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ്. ഇതിനെ സിലോൺ ഡാർഫ് എന്നും പറയാറുണ്ട്. ആ ഇനമാണ് ഇത്. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് 3 വർഷം മുതൽ ചൊട്ടയിട്ട് തുടങ്ങും. അതുപോലെ തന്നെ ഓയിൽ കണ്ടന്റ് വളരെ കൂടുതലുള്ളതാണ്. പ്രതിരോധശേഷി വളരെ കൂടുതലാണ്. ചെല്ലിശല്യം വളരെ കുറവാണ്. പിന്നീട് അതിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ഒരു വർഷത്തില് 250-നും 300-നും ഇടയ്ക്ക് നമുക്കത് നാളികേരം ലഭിക്കും. അതുപോലെ പൊതിച്ച തേങ്ങ 650 ഗ്രാമോളം ഇതിൽ നിന്നും നമുക്ക് കിട്ടും. പിന്നെ ഒരു പ്രത്യേകത പറഞ്ഞാൽ 13 വർഷം കൊണ്ട് 3.5 മീറ്റർ മാത്രമേ ഇതിന് പൊക്കം വെക്കത്തുള്ളൂ. എത്ര രൂപക്ക് നമ്മൾ ഈ തെങ്ങിൻ തൈ കൊടുക്കുന്നത്? നമുക്ക് ഇത് 600 രൂപയ്ക്കാണ് നമ്മളിത് കൊടുക്കുന്നത്. കാരണം ഇതിന്റെ വിത്തുതേങ്ങ നമുക്ക് അപൂർവമായിട്ടേ കിട്ടുന്നുള്ളൂ. അല്ലെങ്കിൽ കുറച്ച് വിരളമായിട്ട് മാത്രമേ നമുക്ക് നമ്മുടെ കൈകളിൽ എത്തുന്നുള്ളൂ. അത് 1000 ഇടം കിട്ടി നമ്മൾ കൊണ്ട് പാകിയാൽ ഒരു 700 തയ്യേ നമുക്ക് ഇന്ന് കിട്ടത്തുള്ളൂ. ആ 700 കിട്ടിയാൽ പോലും അതിൽ നിന്നും നമ്മൾ സെലക്ട് ചെയ്ത് നല്ല തെങ്ങിൻ തൈ മാത്രമേ കർഷകർക്ക് കൊടുക്കുന്നുള്ളൂ. ഇത് നമ്മുടെ ഫിലിപ്പീൻസ് വെറൈറ്റി ലഗുണയാണ്. ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് ചെല്ലി ശല്യം ഇല്ല. കൊമ്പൻ ചെല്ലിയും ചെമ്പൻ ചെല്ലിയും കുത്താത്ത ഇനമാണ് നമ്മുടെ ലഗുണ എന്ന് പറയുന്നത്. ഇതിന്റെ വില 600 രൂപയാണ്. ഇത് 4 വർഷം മുതൽ ചൊട്ടയിട്ട് തുടങ്ങും. രോഗപ്രതിരോധ ശേഷി വളരെ കൂടുതലുള്ള ഒരു ഇനമാണ്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ചെല്ലി കുത്തല ഇല്ലാത്തത്. ഇതിന്റെ തണ്ടിന് നല്ല കട്ടിയും കൂമ്പിന് കയ്പും ഉള്ളതുകൊണ്ടാണ് ചെല്ലി കുത്താത്തത്. നമ്മുടെ ലഗുണ തൈ വാങ്ങുന്നവർക്ക്, ലഗുണ തൈ എന്നല്ല, നമ്മുടെ കേരകേന്ദ്രത്തിൽ നിന്ന് ഏത് തെങ്ങിൻ തൈ വാങ്ങിച്ചാലും നമ്മൾ അതിന് വാറന്റി കാർഡ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 10 തൈയിൽ കൂടുതൽ വാങ്ങിക്കുന്നതിന് നമ്മുടെ നാളികേര വികസന ബോർഡ് നമുക്ക് സബ്സിഡിയും കൊടുക്കുന്നുണ്ട്. ഇതിന്റെ ഒരു പ്രധാന പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചെല്ലി എന്ന് പറയുന്ന സംഭവത്തിനെ കുത്തത്തേ ഇല്ല. മലേഷ്യൻ വെറൈറ്റിയിൽ വരുന്ന മാവ എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ്. ഇത് ഹൈബ്രിഡ് ആണ്. ഇത് നാച്ചുറൽ ക്രോസിംഗ് ആണ്. 3 വർഷം മുതൽ ഇത് ചൊട്ടയിട്ട് തുടങ്ങും. 90% ഗ്യാരണ്ടി ആണ്. അതുപോലെ ഇതിന് പ്രതിരോധശേഷി വളരെയധികം കൂടുതലാണ്. ചെല്ലിശല്യം കുറവാണ്. ഇതിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഓയിൽ കണ്ടന്റ് ഉള്ള ഒരു വെറൈറ്റിയാണ് മാവ എന്ന് പറയുന്നത്. നമ്മൾ അടുത്തായി പരിചയപ്പെടുത്താൻ പോകുന്നത് രാമഗംഗ എന്ന് പറയുന്നൊരു വെറൈറ്റിയാണ്. ഇത് ഗംഗാ ബോണ്ടവും WCTയും തമ്മിലൊരു ക്രോസ് ആണ്. ഇത് ഡാർഫ് വെറൈറ്റിയിൽ വരുന്നതാണ്. ഇത് 2.5 വർഷം മുതൽ ചൊട്ടയിട്ട് തുടങ്ങും. ഇതിന്റെ വില 800 രൂപയാണ്. എല്ലായിടത്തും കൊടുക്കുന്ന 800 രൂപയാണ്. നമ്മൾ ന്യൂ ഇയർ പ്രമാണിച്ച് ഇത് 700 രൂപയ്ക്ക് കസ്റ്റമേഴ്സിന് കൊടുക്കുന്നതാണ്. നല്ല ഓയിൽ കണ്ടന്റ് ഉള്ള തേങ്ങയാണ്. രോഗപ്രതിരോധ ശേഷി വളരെയധികം കൂടുതലുണ്ട്. ചെല്ലിശല്യം കുറവുള്ള ഒരു ഇനമാണ് നമ്മുടെ രാമഗംഗ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഇതിനും വാറന്റി കാർഡ് കൊടുക്കുന്നുണ്ട്. 2 വർഷത്തെ വാറന്റി ഇത് എല്ലാത്തിനും തന്നെ കൊടുക്കുന്നുണ്ട്. ഇത് ശ്രീലങ്കൻ ടിപ്പിക്ക വിഭാഗത്തിൽപ്പെടുന്ന ഒരു തെങ്ങിൻ തൈയാണ്. നല്ല നാളികേരം ലഭ്യമാകും. അതുപോലെ ഇതിന് നല്ല 5 വർഷം മുതലാണ് ഇത് ചൊട്ടയിട്ട് തുടങ്ങുന്നത്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന് വില 350 രൂപയുള്ളൂ. 350 രൂപയ്ക്ക് ഒരു തെങ്ങ് മേടിക്കുകയാണെങ്കിൽ ആ 350 രൂപയും സബ്സിഡി ആയിട്ടാണ് കിട്ടുന്നത്. അത് നാളികേര വികസന ബോർഡിന്റെ ഒരു സബ്സിഡി ഫോം ഉണ്ട്. അത് 10 തെങ്ങും തൈ കൂടുതൽ എത്ര വേണേലും മേടിച്ചാൽ അത് നമുക്ക് സബ്സിഡി ആയിട്ട് കിട്ടും. അപ്പോൾ സൗജന്യമായിട്ട് കർഷകർക്ക് തെങ്ങ് വെക്കാനായിട്ട് സാധിക്കും.
ബോഗൻവില്ല, ഉം. സൂപ്പർ ബോഗൻവില്ല, ഉം. നല്ല കളേഴ്സ് ബോഗൻവില്ല. എന്താ ഇതിന്റെ പ്രത്യേകത? ഇതിന്റെ പ്രത്യേകത ഇത് ഇങ്ങനെ ആർത്ത് പൂവുണ്ടാകാനുള്ള കാരണം ഇതാണ്. ഈ അസ്ത്ര വീര ഒരു സ്പൂൺ, ഒരു ചെറിയ ചെടികൾക്ക് ഒരു സ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. ഇഷ്ടാർത്ത് വളർന്ന് ഈ ഇഷ്ടം പോലെ പൂക്കളുണ്ടാകും, ഇഷ്ടം പോലെ കാകളുണ്ടാകും. ഇവന് 2 സ്പൂൺ ഇട്ട് കൊടുത്തിട്ട് ഇത് ഒരു ഒരു പൊടി മാത്രം, ഇത് ഈ പാക്കറ്റിലേക്ക് വരുന്നത് 20 ലിറ്റർ വെള്ളത്തിൽ കലക്കാവുള്ള. അതിന് ശകലം എടുത്ത് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി ചെടിയുടെ ചുവട്ടിൽ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഇതേപോലെ ആർത്ത് കിളിക്കും. ഇതിന്റെ പേര് നിങ്ങൾ നോക്കിക്കോ, അസ്ത്രയുടെ വീര. അസ്ത്ര വീര എന്ന പേര്. വീര എന്ന പേര്. ഇത് നമ്മളെ മറ്റുള്ള ഫ്രൂട്ട്സ് പ്ലാന്റിലേക്ക് പറ്റുമോ? എല്ലാ ഫ്രൂട്ട്സ് പ്ലാന്റുകൾക്കും, എല്ലാത്തിനും പറ്റും. റംബുട്ടാന് എല്ലാത്തിനും പറ്റും. റംബുട്ടാന്റെ കാപൊഴിച്ചില് ഇതെല്ലാം ഇങ്ങനെ എടുക്കും. അതുപോലെ കുരുമുളകൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവും. ഇഷ്ടം പോലെ കുരുമുളക് ഇതുപോലെ ഉണ്ടാവും. ആ കുറ്റിക്കുരു ആർത്ത് വളരും. ഇതിന് നമ്മൾ ഈ വളം ചെയ്ത് കൊടുത്തിട്ടുണ്ടോ? വളം ചെയ്തിട്ടുണ്ട്. ചെയ്ത് ആ. അപ്പൊ ഇത് നല്ലൊരു ബെറ്റർ വളമായിരിക്കും അല്ലെ? വളമായിരിക്കും. ആണ്. എന്ത് വിലക്കാ കൊടുക്കുന്നത് നമ്മള്? ഇതിന്റെ 1 കിലോ പാക്കറ്റിന് 199 രൂപ. 199 പ്ലസ് ഇതിന് 40 രൂപ. ഇത് ബോട്ടിൽ തന്നെ വരുന്നത്. രണ്ടും കൂടെ ഒന്നിച്ച് വില വരുന്നത് ഈ 240 രൂപയാണ് ഇതിന്റെ വില 1 കിലോയ്ക്ക്. ഇങ്ങനെ വില വരുന്നത് 240 രൂപ. എന്തായാലും നമുക്ക് 100% 100% ഇത് വളമില്ലെങ്കിൽ ഞങ്ങൾ തിരിച്ച് മേടിക്കാം, പൈസ തിരിച്ചു കൊടുക്കാം. പക്ഷെ പൂക്കള് ആർത്ത് പ്രാന്ത് പിടിച്ചോലെ പൂക്കളുണ്ടാവും, കുരുമുളകുണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ റംബുട്ടാന്റെ കാ പിടിച്ചിൽ നിന്ന് ഇഷ്ടം പോലെ കാകളുണ്ടാവും. ഓക്കെ, അപ്പൊ എല്ലാ വെറൈറ്റി ഫ്രൂട്ട്സ് പ്ലാന്റുകൾക്കും ചെടികൾക്കും എല്ലാത്തിനും നല്ലതാണ്. ഇത് നമുക്ക് പിന്നെ കൊറിയർ സംവിധാനം ഉണ്ടല്ലോ അല്ലേ? അയച്ചു കൊടുക്കും. ഓക്കെ, ഇത് സംരക്ഷ 10X എന്ന് പറയും. ഇത് നമ്മുടെ അസ്ത്രാടയാണ്. ഇത് നമ്മൾ വെള്ളക്കാ പൊഴിച്ചില്, കൂമ്പുചീല്, മഞ്ഞളിപ്പ്, കായ്ക്കാത്ത തെങ്ങുകൾ കായ്ക്കാൻ എന്നിങ്ങനെ 10 കാര്യങ്ങൾ ചെയ്യും. തേങ്ങകൾ മുഴുക്കാൻ, കൂടുതൽ വിളവിന്, ഇതിനെല്ലാം ഇത് 1 കിലോ 10 കിലോ കല്ലിപ്പുമായിട്ട് മിക്സ് ചെയ്ത് ഒരു 3 കിലോ വരെ നിങ്ങൾ തെങ്ങിനിട്ട് കൊടുക്കുക. കടയിളക്കൊന്നും വേണ്ട, തെങ്ങിന് ചുറ്റും അങ്ങിട്ട് കൊടുക്കുക. അതിന്റെ വിവരം അടുത്ത തേങ്ങയടിയിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. പക്ക റിസൾട്ട് ആവും. ഓക്കെ, എന്ത് വില കൊടുക്കുന്നത്? ഇത് 1 കിലോ പാക്കറ്റാണ്. 1 കിലോ പാക്കറ്റിന് 180 രൂപ. 180 രൂപ. ഇത് നമ്മൾ കൊറിയറായിട്ട് അയച്ചു കൊടുക്കും. തെങ്ങിന്റെ വളമുണ്ട്, അതുപോലെ നല്ല വെറൈറ്റീസ് തെങ്ങുകൾ ഇവിടെ ഉണ്ട് അല്ലേ? എല്ലാം നമുക്ക് ഇവിടെ ലഭ്യമാണ്. അതുപോലെ തന്നെ ബോഗൻവില്ലകളുണ്ട്, തെങ്ങിന്റെ എല്ലാ വെറൈറ്റീസും കാണുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ വേറൊരു വളമാണിത് അല്ലേ? ഇത് ഈ സുരക്ഷ എന്ന് പറഞ്ഞാണ്. സുരക്ഷ 90. കൊമ്പൻ ചെല്ലിയും ചെമ്പൻ ചെല്ലിയും നശിപ്പിക്കാനുള്ള ഈ കർഷകർക്ക് ഏറ്റവും ഒരു ആശ്വാസമായിട്ടൊരു മാർഗമാണ്. ഇതിന്റെ 1/2 കിലോ പാക്കറ്റാണ്. ഒരു തെങ്ങിന് 50 ഗ്രാം വീതം ഇട്ട് കൊടുക്കുക. വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്ന കർഷകരുണ്ട് ഇത് ഞങ്ങളുടെ കയ്യിൽ നിന്ന്. ഇതിന്റെ 1/2 കിലോ പാക്കറ്റാണ്. 1/2 കിലോ പാക്കറ്റിന് 180 രൂപ. ഇത് നമുക്ക് കൊറിയർ രൂപമായി നിങ്ങൾക്ക് അയച്ചു തരാം. അപ്പോൾ തെങ്ങിൻ തൈകളുടെ നല്ല വെറൈറ്റീസ് ആണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ ഈ നഴ്സറിയുമായി ബന്ധപ്പെടുക. എല്ലാം നല്ല വെറൈറ്റീസ് തന്നെയാണ്. ഇതുപോലത്തെ ഒരു വെറൈറ്റിയിൽ നമ്മൾ വീട്ടിൽ കൊണ്ടുവെക്കേണ്ടത് നിർബന്ധം കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ വളങ്ങളും കൊടുക്കുന്നുണ്ട്. എല്ലാം നല്ല റിസൾട്ട് വരുന്ന വളങ്ങളാണ് അവർ പറയുന്നത്. അപ്പോൾ നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കണമെന്നുണ്ടെങ്കിൽ ഒരു വട്ടെങ്കിലും ഇതൊന്ന് വാങ്ങിച്ചു വെക്കുക. അപ്പോൾ ആവശ്യക്കാർ ഈ വീഡിയോ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക.